നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് ചിക്കൻ ബിരിയാണി തലശ്ശേരിൻ്റെ. ഇത് ഞാൻ 4 കപ്പ്, ഈ കപ്പിന് 4 കപ്പ് അരി എടുത്തിട്ട് കഴുകി ഊറ്റാൻ വെച്ചതാണ്. കുറച്ച് മുമ്പേ കഴുകി ഊറ്റിയിട്ടില്ലെങ്കിൽ മറ്റേത് ഉണ്ടാക്കുമ്പോഴേക്ക് ഇതാവൂല. അതിന് വേണ്ടിയിട്ടുള്ള 4 കപ്പ് അരി അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് കണക്കായ 8 കപ്പ് വെള്ളം. അതിൻ്റെ കൂടെ ഇടാനുള്ളത് പട്ട, കറാമ്പ, ഏലക്കായ് ഇത്രയുണ്ട്. പെരിഞ്ചീരക അപ്പം ഇടാനേ പാടുള്ളൂ. ഇത് ഒരു ടീസ്പൂൺ, ഒരു 10-15 ഉണ്ടാവും ഇത്. പിന്നെ പട്ടേൻ്റെ കഷ്ണം ഇതാണ്ട ഇത്രയും ഉണ്ടാവും. 4 കപ്പ് അരിക്ക് ഇത്രയും വേണ്ടു. ഏലക്കായ് ഒരു 3, 6, 2, 8 എണ്ണം ഉണ്ട്. ഇത്രയേ അരിക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇറച്ചി മസാല ആയാലും ചോറായാലും നെയ്യിലുണ്ടാക്കും. ഇനി മസാലേൻ്റെതാണ് ഇത് 4 വലിയ സവാള അരിഞ്ഞു വെച്ചതാണ്. ഇങ്ങനെ ഇതേപോലെ അരിയണം. 1.5 തക്കാളി, വലിയ തക്കാളിന്റെ 1.5 തക്കാളി, 1/2 കപ്പ് തൈര്, മല്ലിയില ഇത്രയും വേണം, പിന്നെ പുതിനയില ഇത്ര വേണം, പച്ചമുളക് ഇത്ര വേണം. എരിവ് കുറവേ വേണ്ടെങ്കിൽ 2 പച്ചമുളക് കുറച്ചോ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാനുള്ളത് ഇത്രയും വേണം. ഈ സാധനങ്ങളാണ് അധികം വേണ്ട. ഈ സാധനം എന്നാലേ ആ ബിരിയാണിക്ക് പിന്നെ ഭയങ്കര ഇതാവുള്ളൂ, ഭയങ്കര ഒരു ടേസ്റ്റും മണവും വരുള്ളൂ. ഇഞ്ചി ഒരു 2 വലിയ ഇഞ്ചി മുറിച്ച് വെച്ചതാ. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ഇഞ്ചിന്റെ. വെളുത്തുള്ളി കണ്ട ഇത്ര എണ്ണം ഉണ്ട് ഈ വലിയ അല്ലിന്റെ. ഇത്ര വെളുത്തുള്ളി ഇഞ്ചി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളകും. കോഴീന്റെ ഞാനൊരു 8 കഷ്ണം കോഴി എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ആ 8 കഷ്ണം എന്ന് പറയുമ്പോൾ ഒരു 3/4 കിലോളം വരും. അത്രേ ഇവിടെ ആൾക്കാരുള്ളൂ. അതുകൊണ്ട് കുറെ ആളുണ്ടെങ്കിൽ വലിയ കുറെ കഷ്ണം എടുത്തോ. ഇത്രയും വലിപ്പം ഉണ്ടാവണം, കഷ്ണത്തിന് ഇത്രയും വലിപ്പം ഉണ്ടാവണം. അതന്നെ. ഞാൻ പ്രഷർ കുക്കറിലല്ല, ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുക. നെയ്യിലേ ഉണ്ടാക്കുകയുള്ളൂ. അതിന് വേണ്ടുന്ന ഗരം മസാലയാണ് ഇത്, ഇറച്ചീൻ്റെ മസാലക്ക് വേണ്ടുന്നത്. ഇതെല്ലാം ഇനി ചതച്ചെടുക്കാനുണ്ട്. ഇത് രണ്ടും അരിഞ്ഞെടുക്കാനുള്ളത്. ആദ്യം ഞാൻ മസാല ഉണ്ടാക്കാം. അതിന് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് ചൂടാവുമ്പോൾ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ 4 വലിയ സവാള, ഇതാണ് മസാലക്കുള്ള സാധനം, സവാള അരിഞ്ഞത് ഇട്ടു. ഉള്ളി. ഇനി ഇത് നല്ലോണം ആവണം. കുറച്ച് ഉപ്പിട്ടാൽ വേഗാവും. ഇതാവുന്ന സമയം കൊണ്ട് പിന്നെ നമുക്ക് അരിൻ്റെ കാര്യം നോക്കാം. ഉപ്പ് ഇത് ഇതാവാൻ വേണ്ടിയിട്ടിട്ടത്, അത് പാകത്തിനല്ല. ഉപ്പ് വേറെ പിന്നെ ഇടുള്ളൂ. ഇത് ഉള്ളി വേഗം മൊരിയാൻ വേണ്ടിയിട്ടിട്ടതാണ്. ഇത് തരി ഉപ്പ്, എന്നാ വേഗാവും. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ചോറ് അടുപ്പത്ത് വെക്കാം. അങ്ങനെ ഇത് അടുപ്പ് കത്തിച്ചോ. ഇതിലേക്കും നെയ്യ് തന്നെ. രണ്ട്, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൽ 4, ഇതിൽ 10 ചോറി. ബാക്കി വേണമെങ്കിൽ പിന്നെ വയ്ക്കും, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വയ്ക്കും. ഇതിലേക്ക് ഞാൻ പട്ട, കറാമ്പെല്ലാം ഇടുന്നതാണ്. ഇത്രേ വേണ്ടു.
പെരുംജീരകം ഇട്ടുവേ. 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ടു. തീ കുറച്ചിട്ടുണ്ട്. പെരുംജീരകം കരിയാൻ പാടില്ല. മണം വരുമ്പോഴേക്ക് അരി ഇടണം. നല്ല മണം. അരി ഇട്ട് 4 കപ്പ് അരി. തീ അധികമായിക്കൊള്ളുക. അരിക്കുമ്പോൾ വറക്കുമ്പോൾ തീ അധികമാക്കണം. ആ സമയത്ത് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലോണം ആവാം. ആ സംരംഭം കൊണ്ട് ഞാൻ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വരട്ടെ. എനിക്ക് കുറച്ച് സമയം എടുക്കുക ചെയ്യാൻ. ഇതെല്ലാം റെഡി ആയിരിക്കണം. എല്ലാം വീട്ടിലുണ്ടാവണം. ഈ സാധനങ്ങളെല്ലാം പെട്ടെന്നുണ്ടാവും. നമുക്കിവിടെ ഇടക്കിടക്ക് ഗസ്റ്റ് വരുന്നുണ്ട്. ഇടക്കിടക്ക് ഉണ്ടാക്കണം. ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യും. ഉള്ളിയായി. ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുക. ഇതാണ് ഇതിന്റെ മണം. പച്ചമുളക്, ഇഞ്ചിന്റെ എല്ലാം മൂത്ത മണം വരുമ്പോൾ തക്കാളി ഇട്ടുണ്ട്. അതിന് മുമ്പേ കൊണ്ട് തക്കാളി ഇടരുത്. പിന്നെ ആ മണം വരൂല പുറത്തേക്ക്. ഇഞ്ചി വെളുത്തുള്ളിന്റെ മണം വന്ന്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ മണം നല്ലോണം നമുക്ക് വരും. അന്നേരെ ഇതെടുത്തിട്ടിടാം. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മണം വരില്ല. നല്ല മണം വന്നു. തക്കാളി ഇടാൻ പോകുന്നേ. ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളി വേഗമായിപ്പോ. തീ കൂടുതലാണ്. ആ സമയം കൊണ്ട് നമ്മൾ അരി വറക്കുന്നു. അരി ഇങ്ങനെ ആയി വെക്കണം. പൊരിഞ്ഞിട്ടില്ല. നമ്മൾ അരി പൊരിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യ് ഇങ്ങനെ വരും. അതാണ് അരിന്റെ പാകം. അരി വറുത്ത് എല്ലാം നിറം വരെ മാറി വരും. ഉഴിന്നതിന്റെ ഒച്ചയായി കേൾക്കുന്നുണ്ട. ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്താല് ഈ ടേസ്റ്റിൽ കിട്ടും. ഞാനീ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ അരിന്റെ മൊരിന്ന് ഒച്ച വരണം, നല്ല മണം വരണം. പിന്നെ അതേപോലെ മസാലയില് ഉള്ളി വാടി വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചിന്റെ മണം നല്ലോണം പുറത്തേക്ക് വന്നാല് തക്കാളി ഇടാം. ഇനിയും വേറെ സാധനങ്ങൾ ഇടാനുണ്ട്. ആയിട്ട് അരി ആവുന്നതാണ്. കോഴിക്ക് വേണ്ടുന്നത്ര ഉപ്പിടും. ഒരു ഹീറ്റ് ടീസ്പൂൺ, ഒരു ലേശം കൂടി മതി. തക്കാളി വന്നിട്ട് നല്ല നാര് പോലെ ആവണം. അല്ലെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ കാണാനേ പാടില്ല. ഒരു നാര് പോലെ ആവും. നാടൻ തക്കാളി ആണെങ്കിൽ വേഗം. മറ്റേ തക്കാളി ആവൂല. അരിയായേ കണ്ട. വെള്ളം തിളച്ചു.
അതിനെ എടുത്ത് വെക്കണം. ആവി സൂക്ഷിച്ചിട്ട് വയ്ക്കണം. കണക്ക് വെള്ളാമേ. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം. ബാക്കിയിലുള്ളത് എടുത്തു കൊടുക്കും. ഈ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചാൽ അതിങ്ങോട്ട് ഉപ്പിടണം. ഉപ്പിടട്ടെ. ഇതിട്ടിട്ട് നോക്കുക. എങ്ങനെ മനസ്സിലാവുക വെച്ചാൽ ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാവും. എപ്പോൾ ഉപ്പിടാൻ പേടിയാ. ഇത് കറക്റ്റായിരിക്കും. 1.5 ടീസ്പൂണേ. ചെറിയ തീയിൽ അടച്ചു വെക്കും. മെല്ലെ ആയാൽ മതി. ഞാൻ ഈ അടുപ്പിന്ന് അപ്പുറത്തെ അടുപ്പിലേക്കാണ്. അത് ചെറിയ തീയ. ഇത്രയായേ. ഇനി നമുക്ക് ഗരം മസാല ഇടണം, ചിക്കൻ ഇടണം. ഗരം മസാല ഒരു ചെറിയ ടീസ്പൂൺ ഹീറ്റ്, കുറച്ചും കൂടി ഇട്ടിട്ട് പെരുംജീരകത്തിന്റെ പൊടിയും കൂടി ഇടും. ഞാൻ പൊടിച്ച് വെക്കാറാണ്. നന്നാക്കി ഇനിയാണ് തൈര് ഇട്ടിട്ട്. തക്കാളി കണ്ട നാര് പോലെ ആയിട്ടുണ്ട. ഉടഞ്ഞിട്ടുണ്ട്. കഷ്ണമായിട്ട് കാണില്ല. തൈര് ഒഴിക്കുക. 1/2 ഗ്ലാസ് തൈര്. മല്ലിയിലയും പുതിനയിലയും ഇടാനുണ്ട്. കോഴി കുറച്ച് വെന്ത് വരുമ്പോൾ ഇടാം. ചോറ് തിളക്കുന്നുണ്ട്. ഇനി ഓരോ പീസായിട്ട് ഇടുന്നത്. 2, 3, 4, 5, 6, 7. ഈ മസാല മുഴുവൻ ഇതിൻ്റെ മുകളിലെ കൂടെ പരക്കിയിട്ട് അടിച്ച് വെക്കണം. ഇന്ന് വേവണേ. ആ 8 കഷ്ണം ചിക്കനും ഞാൻ ഇതിൻ്റെ അത് വെച്ചിട്ടുണ്ട്. അടച്ചു വെക്കുന്ന വേവിക്കാൻ. ചോറിന് നല്ല ഫ്ലേവറും ഇതും കിട്ടാൻ വേണ്ടിയിട്ട് പകുതി ഇതാവുമ്പോൾ കുറച്ച് പനീർ വെച്ച് വെക്കണം. ചെറുനാരങ്ങ 1 ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ വെച്ചാൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മണം അതിന് പിടിച്ചു. ആയി വരുന്നുണ്ട് റൈസ്. ഇളക്കി കൊടുക്കണേ. കണ്ട കോഴിയിൽ നിന്ന് വരുന്ന വെള്ളം കണ്ട. നമ്മളൊരു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇന്നിങ്ങനെ വെന്ത് വരക്കണം. ഇറച്ചി ആവുമ്പോഴേക്ക് ഞാൻ മല്ലിയില അരിഞ്ഞു നോക്കട്ടെ. ചെറുതായിട്ട് അരിഞ്ഞ്. ഇത്രയും മല്ലിയില വേണേ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല മസാല. ഞാൻ ചെയ്യുന്നതിന് ഇത്രയും മണം പിടിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പിന്നെ ഇനി പുതിനയിലയും കൂടി കുറച്ച് ഇട്ടേ.
ചോറായി വരും കേട്ടാ. നല്ല മണിമണി പോലത്തെ ചോറ്. മുകളിലൊരു പകുതി ചെറുനാരങ്ങ ഞാൻ ഓഫാക്കി. ഇനി ഇറച്ചിയായാലേ പണിയുള്ളൂ. വെറും മണത്തിന് മാത്രം. ഒരു പകുതി ചെറുനാരങ്ങ ഇതിനും ഒരു പകുതി ചെറുനാരങ്ങ അതിനും. അത് വാങ്ങി വരുമ്പേ പോടും. നല്ല ചോറായേ, ബിരിയാണിക്കുള്ള ചോറായി. ഞാൻ അതോടെ അടച്ചു വെക്കുക. ഇറച്ചിയാവട്ടിന് ഒന്നും ചെയ്യാം. പിന്നെ നാരങ്ങ, പകുതി നാരങ്ങ ഇതിനും പകുതി നാരങ്ങ ചോറ്. ഇറച്ചി കുറച്ചും കൂടി വേഗം സോഫ്റ്റ് ആവും. കൂടി ഇരുന്നാണ്. ഈ ചിക്കൻ്റെ ലെഗിന്റെ മുകളിൽ നിന്ന് മാംസം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാന്ന് വെന്തു. എന്തായാലും ചിക്കൻ്റെ ലെഗിന് ഒരു ഉറപ്പ് ജാസ്തിയും കണ്ട. വെള്ളവും പറ്റി, അതിൽ വന്ന വെള്ളം എല്ലാം പറ്റി. ഇതിന് ഈ മസാല ഉണ്ടാക്കും. ദമ്മാക്കാൻ ഇടണം. കുറച്ച് വെള്ളം പറ്റി കഴിഞ്ഞിട്ട് റൈസ് എടുത്തിട്ടില്ല, കുറച്ചിട്ട് വെക്കും. ബാക്കി ചോറ് അങ്ങനെ തന്നെ വെക്കും. എല്ലാ ചോറിലും ഇത് മിക്സ് ചെയ്യില്ല. ചോറ് ഞാൻ ദമ്മാക്കാൻ ഇടുന്നതാണേ. കണ്ട, നല്ല അസാധ്യം ചോറ്. കുറച്ച് ചോറെടുത്തിട്ടില്ല. ബാക്കി ചോറ് നമ്മൾ ഇതിൻ്റെ മുകളിലിടാത്ത ചോറ് വേറെ തന്നെ വെക്കും. വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും കഴിക്കാം. അല്ലാണ്ട് ചോറായിട്ട് എടുക്കേണ്ടവർക്ക് ചോറ് എടുക്കാനും ഇങ്ങനെ വെക്കും. ഇറച്ചീൻ്റെ കൂടെയുള്ള ചോറ് വേറെ, മറ്റേ ചോറ് വേറെ. ഇപ്പം ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഉള്ളിയും പിന്നെ നെയ്യിൽ വാർത്തിട്ട് ഉള്ളിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ഇടാം. പക്ഷെ എൻ്റെ മക്കളൊന്നും തിന്നാത്തോണ്ട് ഞാൻ ഇടലില്ല. ഞാൻ ഇതിനിടുന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇനി വെജിറ്റബിൾ കളറ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ആ കളറ് ലേശയിൽ ഒറ്റിക്കണം. അധികം നെയ്യും ഇല്ല ചോറിൽ. കണ്ട, വെജിറ്റബിൾ കളറായത്. ഇന്ന് ഇവിടെ ഉറ്റിക്കുക, ഇവിടെ ഉറ്റിക്കുക. മിക്സ് ചെയ്യാൻ പാടില്ല, അപ്പൊ എല്ലാ കളറും. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി.